ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മീഡിയ ടെക് കേരള. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കുഞ്ഞൻ വണ്ടിനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇൻട്രോ എടുക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. സംഭവം ഇപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ തന്നെ വിളിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു 5 വോൾട്ടിൻ്റെ മൊബൈൽ ബാറ്ററി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു DC മോട്ടർ 5 വോൾട്ടിൻ്റെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സ്വിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മോട്ടറിൻ്റെ ഒരു പുള്ളി വേണം. അതുപോലെ തന്നെ ഒരു പഴയ ബാറ്ററി, വാച്ചിനൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ്. പിന്നെ ഒരു 3 പീസ് ചെറിയ കമ്പി എടുത്തിട്ടുണ്ട്. കുറച്ച് വയറിൻ്റെ പീസ്, 2-3 പീസ് വയറും എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ബാറ്ററിയിൽ 2 വയർ കണക്ട് ചെയ്യുക. നെഗറ്റീവിൽ ഒരു ബ്ലാക്ക് വയറും അതുപോലെ തന്നെ പോസിറ്റീവിലേക്ക് ഒരു റെഡ് വയറും ജസ്റ്റ് കണക്ട് ചെയ്യുക. ഇനി നമുക്ക് മോട്ടറിലാണ് കണക്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് ലെഡ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാറ്ററിയുടെ നെഗറ്റീവ് മോട്ടറിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി സ്വിച്ചിലേക്ക് നമുക്ക് ബാറ്ററിയിൽ നിന്ന് വരുന്ന പോസിറ്റീവ് നമ്മുടെ സ്വിച്ചിൻ്റെ ഏതെങ്കിലും ഒരു ലെഗിലേക്ക് കണക്ട് ചെയ്യാം. ഇനി ഒരു വയറിൻ്റെ പീസ് എടുത്തിട്ട് സ്വിച്ചിൻ്റെ മറ്റേ ലെഗിൽ കണക്ട് ചെയ്യുക. ഇനി ആ സ്വിച്ചിൽ നിന്ന് വരുന്ന ലൈന് നമുക്ക് നേരെ മോട്ടറിലേക്ക് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അതിനെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മോട്ടറിൻ്റെ പുള്ളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ബാറ്ററി തന്നെ വേണമെന്നില്ല, ഒരു സ്ക്രൂ എന്തെങ്കിലും ആയാലും മതി. കുറച്ച് വെയിറ്റ് വേണമെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പുള്ളിയുടെ സൈഡിലായിട്ട് ഇതിനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാറ്ററിയിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സ്വിച്ചിനെ ഇവിടെ ഒട്ടിച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ മോട്ടറിലും കുറച്ച് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ബാറ്ററിയുടെ മുകളിലായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ വയറിനൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. അപ്പോൾ ഈ സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ടെസ്റ്റ് ചെയ്തു, വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടിൻ്റെ കാലാണ് ഉണ്ടാക്കേണ്ടത്. ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടിൻ്റെ കാല്. അപ്പോൾ കറക്റ്റ് നമ്മൾ ലെങ്ത്തൊക്കെ നോക്കിയിട്ട് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. അധികം വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. എന്നിട്ട് അറ്റം ഒന്ന് ഇതുപോലെ പുറത്തേക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വണ്ടിന് മൊത്തം 6 കാലാണ്. അപ്പോൾ ഇതുപോലത്തെ 3 പീസ് നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ 3 പീസ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മൾ 3 ഭാഗത്തായിട്ട് ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ വണ്ടിൻ്റെ കാലുകൾ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ വണ്ടിൻ്റെ കാല് റെഡി ആയിട്ടുണ്ട്. ഇനി പിന്നെ നമുക്ക് വണ്ടിൻ്റെ ഷേപ്പിലേക്ക് ആക്കി എടുക്കണ്ടേ. അപ്പോൾ അതിന് ഇതുപോലൊരു കട്ടിയുള്ള പേപ്പർ ഞാൻ ഇതിൻ്റെ സൈഡിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. 2 സൈഡിലും ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് നമ്മളൊരു ബെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം ഒരു ഭാഗത്ത് നമ്മളിതുപോലെ 3 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒട്ടിച്ചെടുക്കണം. നമുക്ക് ജസ്റ്റ് എല്ലാ ഭാഗത്തും ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പം ആ ഭാഗം റെഡി ആയിട്ടുണ്ട്. എനിക്ക് അടുത്ത ഭാഗം ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി എടുക്കണം. നമ്മൾ 2 ഭാഗവും ഒരുപോലെ മടക്കിയിട്ട് ബാക്കിൽ ഒരു കോണ് വരുന്ന രീതിയിൽ വേണം മടക്കിയെടുക്കാൻ. ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇതുപോലെ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമുക്കൊരു ബോൾ പോലെ ഉണ്ടാക്കിയെടുക്കണം. ഇത് നമ്മുടെ വണ്ടിൻ്റെ തലയാണ് ഫ്രണ്ട്സ്. തലയില്ലാത്ത വണ്ടാകുമ്പോൾ കാണാൻ ഭംഗിയുണ്ടാവില്ല. അപ്പോൾ നമ്മൾ തലയുള്ളൊരു വണ്ടിനെ തന്നെ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ഒരു ബോൾ പോലെ ഇപ്പോൾ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത പേപ്പറിൻ്റെ കട്ടിയുള്ള ആ ഒരു പേപ്പറിൻ്റെ ഒരു പീസ് നമ്മൾ റൗണ്ടിൽ വെട്ടിയെടുത്തിട്ട് ഇതിനതിലേക്ക് വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് വശം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ തല അതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി എല്ലാ ഭാഗത്തും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ വെട്ടി വെച്ച പീസുകളൊക്കെ മുകളിലേക്ക് മടക്കി നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് തല നമുക്കതിലേക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, തല നമ്മളതിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി തലയുടെ മുകളിൽ കുറച്ച് നമ്മുടെ വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകളിലൊരു ടിഷ്യൂ പേപ്പർ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് ഗ്ലൂ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ടിഷ്യൂ അതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം കുറച്ച് ഗ്ലൂ വെച്ചിട്ട് നമുക്ക്
ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അവിടെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ ഒട്ടിക്കുന്നത്. അധികം വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് വെട്ടി ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചിറക് വേണം. വണ്ടിന് ചിറക് നിർബന്ധമാണല്ലോ. അപ്പോൾ 2 ചിറക് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ചിറകിന് നമുക്കിവിടെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാം. ഇപ്പോൾ 2 ചിറക് നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെയിൻറ്റിങ് ആണ്. ഇപ്പോൾ ഞാനിവിടെ ബ്രൗണും യെല്ലോവും ഉള്ള ഒരു കോമ്പിനേഷനാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും കൊടുക്കാം. ഇപ്പോൾ മൊത്തമായിട്ട് നമ്മൾ ബ്രൗൺ അടിച്ചെടുക്കാം. ആദ്യം ബ്രൗൺ അടിച്ചതിന് ശേഷം ഇതുപോലെ യെല്ലോ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരിക്കും വണ്ട്. ഈ കളറുള്ള വണ്ടൊക്കെ ഉണ്ടോയെന്നറിയില്ല. അപ്പോൾ ഏതായാലും വണ്ടിൻ്റെ ചിറകൊക്കെ നമ്മൾ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു യെല്ലോ കളർ തന്നെയാണ് ചിറകിലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് വണ്ടിൻ്റെ കണ്ണുകളാണ്. 2 കണ്ണുകൾ നമ്മൾ 2 വൈറ്റ് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 കൊമ്പ് വേണം. അപ്പോൾ നമ്മൾ 2 കൊമ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് വേറൊരു കളറും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ കാലിന് നമ്മൾ ബ്ലാക്ക് കളറും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ വണ്ടിനെ ഉണക്കി എടുത്തിട്ട് എങ്ങനെയുണ്ട് നോക്കണം. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ട് ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് വണ്ട്. ഇനി നമുക്ക് വണ്ടിനെ ഓൺ ചെയ്തിട്ടൊന്ന് നോക്കണം. ഇതാണ് ഗൈസ് നമ്മുടെ വണ്ട്. ഓൺ ചെയ്യുമ്പം ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ വണ്ട് സഞ്ചരിക്കുന്നത്. എന്താ അറിയില്ല, വണ്ടിന് കുഴിയാനായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. പുറകോട്ട് റിവേഴ്സ് ഗിയർ മാത്രമേ നമ്മുടെ വണ്ടിനുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും വണ്ടി നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. അടിപൊളിയാണ് നമ്മുടെ വണ്ടി. അതുപോലെ തന്നെ നമ്മുടെ മോട്ടോർ വർക്ക് ചെയ്യുമ്പം ആ ഒരു വണ്ടിൻ്റെ ഒരു സൗണ്ടൊക്കെ കിട്ടുന്നുണ്ട്. മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള രസകരമായ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്ന ഇറ്റ്സ് മീ ഷാഹിദ് സൈനിങ് ഔട്ട്.